വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കൊടൈക്കനാലെത്തി. നിങ്ങൾ കണ്ടു നമ്മുടെ ഫസ്റ്റ് ഡേ. അപ്പോൾ നമ്മൾ നിന്ന സ്ഥലം എന്താണ്? മെംസ് ഹോട്ടൽ നാട്ടോ. നല്ല അടിപൊളി ഹോം സ്റ്റേ ആണ്. കപ്പിളായിട്ടൊക്കെ വരുന്നവർക്കും അതും ഫാമിലിയും ഇനി നിങ്ങൾ കോളേജിൽ നിന്നൊക്കെ വരുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി സെറ്റപ്പ് ആട്ടോ. നമ്മളിന്നത് അത്യാവശ്യം പ്രീമിയം ലെവലിലുള്ള റൂമിലായിരുന്നു. നല്ല ഫെസിലിറ്റീസ് ആയിരുന്നു, എന്നാലും അഫോർഡബിൾ റേറ്റ് ആയിരുന്നു. നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് കണ്ടോ നിങ്ങൾ? രാവിലത്തെ വ്യൂ ഒരു രക്ഷയില്ല. പിന്നെ പല ടൈപ്പ് റൂമുണ്ട് കേട്ടോ, ബാൽക്കണി ഒക്കെ ഉള്ളത്. അപ്പം നമുക്ക് ബാൽക്കണി കിട്ടിയില്ല, ബാൽക്കണി തീർന്നു പോയി എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ കപ്പിളായിട്ടും അല്ലാതെയും കോളേജിൽ നിന്നൊക്കെ വരുന്നവർക്ക് എല്ലാവർക്കും ഉള്ള ഫെസിലിറ്റീസും റൂംസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇവർ വേണമെന്നുണ്ടെങ്കിൽ ഫയറും പിന്നെ അതുപോലുള്ള പാട്ടും സെറ്റപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരും കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട് കേട്ടോ ഇവരുടെ വക. അപ്പം ഇതാണ് റൂം. നല്ല റൂമാണ്, നല്ല സൗകര്യമുള്ള അത്യാവശ്യം വലിപ്പമുള്ള റൂമാട്ടോ. വെറും 1500 രൂപയുള്ളൂ. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ അതുപോലെ രാവിലെ കുറേ നേരം ഇവിടെ തന്നെ നിന്ന് വ്യൂ കണ്ട് ആസ്വദിക്കാൻ നമുക്ക് പറ്റും. പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇന്ന് കാണാനുള്ളത് കൊണ്ട് ഇന്നാണ് മെയിനായിട്ട് ഒത്തിരി സ്ഥലം പോകാനുള്ളത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് ഇതാ നല്ല എന്താ പറയുക, ചേച്ചിമാരുണ്ടാക്കിയിട്ടുള്ള അക്കന്മാരുണ്ടാക്കിയിട്ടുള്ള നല്ല ദോശയും ചട്നിയും പിന്നെ ഇഡ്ഡലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചുകൊണ്ട് നമ്മളിവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങാനുള്ള പ്ലാനാണിത്. ഈ കാണുന്നത് ഇവിടെ കുറേ ബാച്ചിലേഴ്സ് പിള്ളേർ വന്നിട്ടുണ്ട്. ഇവർ ഇതേപോലെ പഠിക്കുന്ന കോളേജിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അതുപോലുള്ളവർക്കൊക്കെ നിൽക്കാൻ ഇതൊക്കെ ഇതിൽ പെട്ടെന്ന് തന്നെയാണ് നിൽക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതാ നല്ല അടിപൊളി 2 കോഫി ഉണ്ട് നമുക്ക് രാവിലെ തന്നെ കിട്ടിയ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവർ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും സംഭവങ്ങളൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. സ്പെഷ്യൽ ദോശ എങ്ങനെയുണ്ട്? പൊളി പൊളി പൊളി. അപ്പോൾ ഗൈസ് നമ്മളിതാ നമ്മുടെ സെക്കൻഡ് ഡേ നമുക്ക് ഒരുപാട് സ്പോട്ടുകൾ കാണാൻ. സാധാരണ നമ്മൾ കൊടൈക്കനാൽ വന്നാൽ സാധാരണ നമ്മൾ പോകുമ്പോൾ എങ്ങോട്ടായിരിക്കും? ലേക്ക് കാണാൻ പോകും, ഗുണാക്കേവ് കാണാൻ പോകും അല്ലേ? സാധാരണ കുറച്ച് ഡെസ്റ്റിനേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ പൈൻ ഫോറസ്റ്റ്. അതിൽ നിന്നൊക്കെ വിട്ടിട്ട് കൊടൈക്കനാലിൻ്റെ യഥാർത്ഥ സൗന്ദര്യം, യഥാർത്ഥ ഭംഗി, യഥാർത്ഥ കൊടൈക്കനാൽ എന്താണ്? കൊടൈക്കനാൽ ഉൾഗ്രാമങ്ങളിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ മക്കളെ ഒരു രക്ഷയില്ല. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് അറിയില്ല. അത്രയ്ക്ക് സൂപ്പറാണ്. കൊടൈക്കനാൽ പോകണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ ഒരിക്കലെങ്കിലും പോകണം കേട്ടോ. അതും അത്രയും രസമുള്ള വ്യൂവിനെ കണ്ട് നിങ്ങൾ നല്ല അടിപൊളി കാട്ടിലൂടെ പോണ പോലെയാണ്. അത്രക്കും തണുപ്പുണ്ട് കേട്ടോ ഈ ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ ഇതാണ് ഗൈസ് റിയൽ കൊടൈക്കനാൽ കേട്ടോ. കാരണം നമ്മൾ സാധാരണ വരുന്നതിനും വ്യത്യസ്തമായിട്ട് ഉള്ളിലേക്ക് കാട്ടിലൂടെയാണ് പോകുന്നത്. നല്ല തണുപ്പിട്ടോ ഈ സമയമായിട്ടും. ഇവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. കൂക്കൽ, മന്നവന്നൂർ, പിന്നെ അതുപോലെ പൂന്തി, പിന്നെ കിലാവരെ, അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഒരു കാര്യം പറയാം, സത്യം പറഞ്ഞാൽ ഞാൻ കുറേയൊക്കെ വീഡിയോയിൽ പകർത്തിയിട്ടില്ല. ഒന്നാമത് പകർത്തുമ്പോൾ എൻ്റെ യഥാർത്ഥ ആ ഒരു ഇത് കിട്ടൂല. അത് മാത്രമല്ല ചില സമയങ്ങളിലൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ മറന്നു പോയിട്ടുണ്ട്. ഞാനിങ്ങനെ ഇതിൻ്റെ ഭംഗി ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. പിന്നെയാണ് അയ്യടാ വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ എൻ്റെ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. അത്രയ്ക്കും അടിപൊളിയാണ്. നിങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ കൊടൈക്കനാൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്ലേസൊക്കെ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. കൊടൈക്കനാൽ നമ്മളെ മൈൻഡിൽ എന്നും ഓർമ്മയിലുണ്ടാവില്ല ഈ ഒരു സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കൂക്കലാട്ടോ. കൂക്കൽ ലേക്കിലേക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വേറെ സ്ഥലം പോവുക. അപ്പോൾ ഈ പോകുന്ന വഴിയുള്ള ഫസ്റ്റ് നമ്മുടെ വ്യൂ പോയിൻ്റാണിത്, പളനിമല വ്യൂ പോയിൻ്റ്. അപ്പോൾ ഇവിടെ കുറേ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്ന് ഇറങ്ങി നോക്കി. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ താഴെ നമ്മളെ പളനി ആ ഭാഗത്തുള്ള പളനിമല കാണാം എന്നാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ വീണ്ടും കൂക്കലിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ പോകുന്നവർക്ക് ഈ കൂക്കൽ ഭാഗത്തേക്കൊക്കെ പോകുന്നവർക്ക് തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണിത്, പളനിമല വ്യൂ പോയിന്റ്.
അപ്പോൾ ഗൈസ് നമ്മളിതാ നമ്മുടെ യാത്ര വീണ്ടും തുടരാം. നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഞാൻ പറഞ്ഞ കൂക്കലിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഈ താഴെയുള്ള സ്ഥലങ്ങൾ കണ്ടോ, ഈ സ്ഥലമാണ് പൂമ്പാറ എന്ന് പറയുന്ന താഴേക്ക് കുറച്ച് ഇറങ്ങി പോകാനുള്ള സ്ഥലമാണ്. അതേപോലെ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാലാണ് മന്നവന്നൂരും ഒക്കെ. ഇതൊക്കെ നല്ല അടിപൊളി ഗ്രാമപ്രദേശങ്ങളാണ്. കൊടൈക്കനാലിൻ്റെ യഥാർത്ഥ ഭംഗി കാണിച്ചിരുന്നു. കണ്ട നിങ്ങൾ തട്ടായിട്ട് കൃഷി ചെയ്യുന്ന ഇവിടെ നിന്നുള്ള ഈ ഒരു കാണുമ്പോൾ ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഇതാണ് കൊടൈക്കനാൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് എനിക്ക് ഓർമ്മ വരില്ല, കുറേ കുഞ്ഞു കുഞ്ഞു വീടുകളും ഇതുപോലുള്ള തട്ടായിട്ടുള്ള കൃഷികളൊക്കെ. അപ്പോൾ അതാ നമ്മൾ കൂക്കൽ ലേക്കിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഏകദേശം ഈ ഉള്ളിലേക്ക് പോകുന്തോറും ഭയങ്കര തണുപ്പ് ഇങ്ങനെ കൂടി വരുന്നുണ്ട് കേട്ടോ. ഇത് ഉച്ച സമയമാണ് പറയുമ്പോൾ, എന്നാലും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര തണുപ്പ്. അപ്പോൾ രാത്രിയൊക്കെ അസാധ്യ തണുപ്പായിരിക്കും ഇതിലൂടെയൊക്കെ പോകും. പിന്നെ ഈ പോകുന്ന വഴിയിലൊക്കെ ഇവിടെയൊക്കെ ഒത്തിരി ഹോം സ്റ്റേകളുണ്ട് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഈ ഭാഗത്ത് കൂക്കലിലില്ല, അത് കഴിഞ്ഞ് നമ്മൾ മന്നവന്നൂർ അങ്ങോട്ടൊക്കെ പോകുന്നിടത്ത് ഒത്തിരി ഹോം സ്റ്റേകളുണ്ട്, ഒരുപാട് ഡോംസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല കപ്പിൾസായിട്ടൊക്കെ വരുന്നവർക്ക് നല്ല അടിപൊളിയായിട്ട് നിൽക്കാൻ പറ്റുന്ന ഹോം സ്റ്റേ, അതും കാട്ടിലൊക്കെ അല്ലേ, അത്രയും തണുപ്പൊക്കെ ഉള്ള സ്ഥലം. ഈ ഭാഗം കണ്ടോ നിങ്ങൾ, ഫുള്ളായിട്ട് തീ പിടിച്ചതാണ് കേട്ടോ, മൊത്തം കാട്ടുതീയാണെന്ന് തോന്നുന്നു. ഒരു ഭാഗം മൊത്തം തീ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കൂക്കൽ ലേക്കിൻ്റെ അടുത്ത് നമ്മൾ എത്താനായിട്ടുണ്ട്. കുറച്ച് ഉള്ളിലേക്ക് പോകണം. ഇതിങ്ങനെ ഉള്ളിലേക്കായതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചത്. ഇത് കഴിഞ്ഞിട്ട് ബാക്കി തിരിച്ച് പോവാം. അപ്പോൾ ഇതാണ് ഗൈസ് കൂക്കൽ ലേക്ക് വ്യൂ. കണ്ടോ, താഴെ ഇവിടെ നല്ലൊരു ലേക്കുണ്ട്. കുഞ്ഞു കുഞ്ഞു ആമ്പലൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. ചിലപ്പം ചില സമയങ്ങൾ മുഴുവനായിട്ട് വിരിഞ്ഞ് നിൽക്കുമായിരിക്കും. നല്ല സ്ഥലമാണ്, നല്ല സ്പോട്ടാണ്. അധികം ആൾക്കാരൊന്നുമില്ല കേട്ടോ, കാരണം ഇവിടെ ഇങ്ങോട്ട് വലിയ വലിയ വണ്ടികളൊന്നും വരില്ല. ബസ്സും കാര്യങ്ങളൊക്കെ വരാൻ വളരെ റിസ്ക്കാണ്. അപ്പോൾ കാറും സ്കൂട്ടറെ കാര്യമായിട്ട് ഇങ്ങോട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇതാ ഞങ്ങൾ എന്തായാലും ഇവിടെ കുറച്ച് നേരം നിന്നു. പിന്നെ നമ്മൾ സ്ഥിരം പരിപാടി എന്താ, ഇവിടെ പോയാലും കുറച്ച് ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക. അതേപോലെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് കൂടാതെ ഞാനിങ്ങനെ കുറച്ച് റൗണ്ട് വെച്ചിട്ട് സ്കൂട്ടറിലൊക്കെ, കാരണം ഇവിടെ ആൾക്കാർ കുറവാണ്, റഷൊന്നുമില്ല, നല്ല പീസ്ഫുൾ ഏരിയ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വണ്ടിയൊക്കെ എടുത്ത് കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി നടന്നു. ഈ ഭാഗത്ത് അധികം ഷോപ്പുകളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. ചെറിയൊരു കടയാണ് ഞങ്ങൾ കണ്ടത്, അല്ലാണ്ട് കുറേ കഴിക്കാനും പിന്നെ വെള്ളവും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും കരുതേണ്ടി വരും. ഞങ്ങൾ കുറച്ച് റീൽസിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തു, ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ലൊരു സ്ഥലം, കാരണം നല്ല ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പോകുന്നത് നെക്സ്റ്റ് ബാക്കി നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ സ്ഥലത്തൊന്ന് നിർത്തിയതാട്ടോ. ഇവിടെ ഒന്നും ആരുമില്ല ഗൈസ്, ഇടക്കെങ്ങാനും ചെറിയ ബസ് പോകുന്നുണ്ടെന്നല്ലാതെ ബാക്കിയൊക്കെ വഴി എന്താ പറയുക, ആരും ഇല്ലാണ്ട് നിൽക്കുന്നത്. ഈ കണ്ടോ, ഈ ഭാഗം മൊത്തം തീ പിടിച്ചിട്ട് വേറൊരു കളറായപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഇവിടെ നിർത്തിയതാട്ടോ ഞങ്ങൾ. ഫുൾ കാട്ടുതീയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ഭാഗം മൊത്തം കുറച്ച് കൂടുതൽ ഭാഗം അങ്ങനെയാണ്, ഈ അടുത്ത് തീ പിടിച്ചാണ് തോന്നുന്നു കണ്ടിട്ട്. പിന്നെ അങ്ങോട്ട് ബാക്കി പച്ചപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതാ നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. ഈ ഭാഗത്തേക്കുള്ള ചെടികളൊക്കെ നിങ്ങൾ കാണണം, കണ്ടോ, പ്രത്യേകത ഈ അവതാർ സിനിമയിലൊക്കെ കാണുന്നത് പോലത്തെ ഉള്ള ചെടികളാണ്. അത്രക്കും ഭംഗിയുണ്ട് കാണാൻ. ശരിക്കും എനിക്ക് ക്യാമറയിൽ എടുത്തപ്പോൾ അതിൻ്റെ ആ കറക്റ്റ് ഭംഗി കിട്ടിയിട്ടില്ല. നമ്മൾ കണ്ണുകൊണ്ട് തന്നെ കണ്ട് ആസ്വദിക്കണം കേട്ടോ. അവന്മാർ മരത്തുമലൊക്കെ ഉള്ള ഓരോ സ്ഥലങ്ങൾ അല്ല ഓരോ ഇലകളൊക്കെ നിങ്ങൾ കാണണം. നെക്സ്റ്റ് നമ്മൾ എത്തിയിട്ടുണ്ട് അടുത്ത ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഓരോരോ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ അതൊക്കെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. പിന്നെ ചാർജിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഒക്കെ ഉണ്ടാവും എന്ന് കരുതിയിട്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എടുക്കാമെന്ന് കരുതിയിട്ടാണ്. ഇവിടെയൊക്കെ കണ്ടോ നിങ്ങൾ, ഭയങ്കര രസം കേസ്. ഇവിടെയൊക്കെ കാണാൻ തന്നെ ഒരു ഭയങ്കര എന്താ പറയുക ഗ്രാമപ്രദേശം. ഇതാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ മന്നവന്നൂർ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ വലിയ ഫാമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ഇങ്ങോട്ടാണ്, കിലാവരെ, പൂന്തി, കാവുഞ്ചി ഈ സ്ഥലങ്ങളിലോട്ടൊക്കെയാണ്. അപ്പോൾ ഈ മന്നവന്നൂർ പറയുന്നത് ഞങ്ങൾ കുറേ വീഡിയോസിലും റീൽസിലൊക്കെ കണ്ടേ ഉണ്ടാവും. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്, ഒരു ഫാമൊക്കെ ഉണ്ട് വലിയ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാവുഞ്ചി എത്തിയിട്ടുണ്ട്. കിലാവരെയും കഴിഞ്ഞ് കാവുഞ്ചി എത്തിയിട്ടുണ്ട്. കിലാവരെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഏകദേശം ഇതുപോലെയുള്ള സ്ഥലങ്ങളാണ് എല്ലാം. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഹോം സ്റ്റേകളുണ്ട് കേട്ടോ. ഇവിടെയൊക്കെയുള്ള മെയിനായിട്ടും ഹോം സ്റ്റേകളാണ് ഞാൻ കൂടുതലായിട്ട് കണ്ടത്. ഉൾഗ്രാമങ്ങളിൽ ഒരുപാട് ഡോം, പിന്നെ അതുപോലെ ഒരുപാട് നല്ല നല്ല സ്റ്റേകളുണ്ട്. റെൻറ്റും കാര്യങ്ങളൊന്നും എത്രയാണെന്നൊന്നും എനിക്കറിയില്ല, കാരണം ഞങ്ങൾ അവിടെ നിന്നിട്ടില്ല. പക്ഷേ നല്ല ഫെസിലിറ്റീസോട് കൂടിയ സ്റ്റേകൾ ഒരുപാട് ഞങ്ങൾ കണ്ട്. അപ്പോൾ ഇനി ഈ കാണുന്നതാണ് നമ്മുടെ എന്താ പറയുക കൊടൈക്കനാലിൻ്റെ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന സ്ഥലം, പൂന്തി. കണ്ടോ, ഇതാ കണ്ടോ നിങ്ങൾ, ഇവിടെ ഭയങ്കര രസമാട്ടോ കാണാനും. അതുപോലെ തന്നെ ഭയങ്കര തണുപ്പും കാറ്റൊക്കെ ആയിട്ട് ഭയങ്കര ഒരു അടിപൊളി സ്ഥലമാണ് പൂന്തി എന്ന് പറയുന്നത്. അത്രയും രസമാണ്.
അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറേ നേരം ഇങ്ങനെ നിന്ന് എന്താ പറയുക ആസ്വദിക്കേണ്ട, ഭയങ്കരമായിട്ട് നമ്മൾ നിന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ഒരുപാട് സ്ഥലം കവർ ചെയ്യാനുള്ളതുകൊണ്ട് കുറച്ച് നേരം എല്ലായിടത്തും സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇത് ഞാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ ഈ കൊടൈക്കനാൽ ഈ ഭാഗത്ത് എത്തിയപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ഫ്ലവറാണ്. അപ്പോൾ ഇക്ക പറഞ്ഞത് കൊടൈക്കനാലിൽ മാത്രം കാണുന്ന ഫ്ലവറാണ്. അപ്പോൾ പിന്നെ അതെന്തായാലും ഒന്ന് പറിക്കണം എന്നുള്ളൊരിതായിട്ട്, അപ്പോൾ ഇങ്ങനെ നല്ലൊരു പറിക്കാൻ പറ്റിയൊരു സ്പോട്ട് എത്തിയപ്പോൾ ഞാൻ എന്താ പറയുക ഒന്നും നോക്കിയില്ല, പോയിട്ട് 2-3 ഫ്ലവർ അങ്ങോട്ട് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മറ്റേ നമ്മൾ ഊട്ടിയിലൊക്കെ ഉണ്ടല്ലോ ഒരു മഞ്ഞ കളർ ഫ്ലവർ, അത് കുറേ കണ്ടിരുന്നു. അത് നോക്കി വന്നപ്പോഴേക്കും നല്ല സ്പോട്ട് എത്തിയിട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോഴേക്ക് പിന്നെ അത് കണ്ടില്ല കേട്ടോ. പക്ഷേ ഈ ഫ്ലവർ നല്ല അടിപൊളിയായിരുന്നു, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ പിന്നെ ഇതെടുത്ത് കുറച്ച് നേരം കയ്യിലൊക്കെ പിടിച്ച് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുണ്ട്, നല്ല ഡാർക്ക് റെഡ് കളറായിട്ട്. ഊട്ടിയിൽ കാണുന്ന ആ മഞ്ഞ ഫ്ലവറും ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു. ചിലതൊക്കെ പ്രൈവറ്റ് ഏരിയയിലായതുകൊണ്ട് നമുക്കങ്ങനെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ എടുക്കണമെന്ന് കരുതി. ഞങ്ങൾ പൂണ്ടിയൊക്കെ പോയി തിരിച്ചു വരെ കേട്ടോ. നമ്മൾ ടൗണിൽ തന്നെ പോകണം. ഭയങ്കര തണുപ്പ്, പിന്നെ ചെറുതായിട്ട് മഴക്കുള്ളൊരു കോളുണ്ട്. തണുപ്പ് എന്ന് പറഞ്ഞാൽ അസാധ്യ തണുപ്പ്. അപ്പോൾ ഇവിടുത്തെ രാത്രിക്കത്തൊക്കെ ഒരു അവസ്ഥ പറയേണ്ടി വരില്ല. ഇവിടെ ഒരുപാട് മറ്റേ ടെൻറ്റ്, അതുപോലെ ഡോം, അങ്ങനത്തെ ഒരുപാട് സ്റ്റേകളുടെ ഉള്ളിൽ നല്ല അടിപൊളി. അപ്പോൾ കൊടൈക്കനാൽ വരുന്നോല് തീർച്ചയായിട്ടും വരേണ്ട സ്ഥലമാണ് ഇത്. ഇതാണ് ഒറിജിനൽ കൊടൈക്കനാൽ. കൊടൈക്കനാൽ എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ ഒരുപാട് ഗ്രാമങ്ങളും ഇതൊക്കെ. ശരിക്കും കൊടൈക്കനാലിൻ്റെ ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം. റിയൽ കൊടൈക്കനാൽ. തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രക്ഷയില്ല കേട്ടോ. അതുകൊണ്ട് മുഖമൊക്കെ മറിച്ച് അങ്ങനെ ഗൈസ് നമ്മൾ കൊടൈക്കനാലിൻ്റെ ഉൾഗ്രാമങ്ങളൊക്കെ കണ്ട് തിരിച്ച് നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്? പ്രശസ്തമായിട്ടുള്ള നമ്മുടെ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഭയങ്കര റഷായിരുന്നു. മറ്റിടത്തൊന്നും നല്ല രസമായിരുന്നു, അധികം ആൾക്കാരൊന്നും. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര റഷാട്ടോ. പിന്നെ അന്ന് വീക്കെൻഡും കൂടിയാണല്ലോ, അതുകൊണ്ടാണ് നല്ല റഷുണ്ട്. ഗുണാക്കേവിൻ്റെ അവിടെയും ഭയങ്കര റഷാണെന്നാണ് തോന്നുന്നത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ കുറേ നേരം ബ്ലോക്കിലൊക്കെ കുടുങ്ങി. പിന്നെ സ്കൂട്ടർ ആയതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചില്ലായി എന്ന് പറയാമല്ലോ. കൊടൈക്കനാലിൽ വരുന്ന ഒരു 3/4 ഭാഗം ആൾക്കാരും വന്ന് പോകുന്ന ഏരിയകളാണിത്. ഈ പൈൻ ഫോറസ്റ്റ്, ഗുണാക്കേവ് അടിപൊളി തന്നെയാണ്. കാണാത്തവർക്ക് ഗുണാക്കേവും പൈൻ ഫോറസ്റ്റൊക്കെ സൂപ്പർ തന്നെയാണ്. പക്ഷേ നമ്മൾ കണ്ടവർ വീണ്ടും അങ്ങോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് എന്താ പറയുക, ഇതുപോലെ നമ്മൾ കാണാത്ത സ്ഥലങ്ങളൊക്കെ കാണുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ പൈൻ ഫോറസ്റ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മുടെ ഗുണാക്കേവും, ഏതായാലും കൊടൈക്കനാൽ വന്നതല്ലേ, അപ്പോൾ ഗുണാക്കേവും വന്നു കേട്ടോ. ഗുണാക്കേവിലെത്തിയപ്പോൾ നമ്മുടെ സുഭാഷിനെയും കുട്ടേട്ടനെയും ആരാധകരായിരുന്നു. മൊത്തം സുഭാഷ്, കുട്ടേട്ട എന്നുള്ള വിളികൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ആ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയതിന് ശേഷമുള്ളൊരു ആ പടത്തിൻ്റെ ഒരു എഫക്റ്റാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, നല്ല തിരക്കുമുണ്ട്. മൊത്തമായിട്ടും സുഭാഷ്, കുട്ടേട്ട എന്നുള്ള വിളികൾ ഇങ്ങനെ മുഴങ്ങുന്നുമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കൊടൈക്കനാലിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം ഇതാണെന്ന് കേട്ടോ. അത്രക്കും നല്ല റഷ് ഉണ്ട്. മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയതിന് ശേഷമായിരിക്കും ഇത്രയും ഫേമസ് ആയത്. അപ്പോൾ നമ്മളും കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്നു, ആ പടം ഒക്കെ ഒന്ന് അയവിറക്കി. ഇതിന് മുന്നേ ഞാൻ ലേഡീസ് ട്രിപ്പ് വന്നപ്പോഴും ഇവിടെ വന്ന് പോയതാണ്. അന്നൊന്നും ഇത്ര തിരക്കില്ല കേട്ടോ, കാരണം നമ്മൾ വന്നതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ആ പടത്തിൻ്റെ റിലീസ്. പക്ഷേ ഇത്തവണ വന്നപ്പോൾ ഭയങ്കര തിരക്ക്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കണ്ടോ, ഇവിടെ ആ കമ്പിയിട്ട ഭാഗവും പിന്നെ എന്താ പറയുക, ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ശരിക്കും അവരിരുന്ന സ്ഥലവും ഈ മരങ്ങളുടെ അവിടെയൊക്കെ അവരിരുന്നതും ആ പടം ഇങ്ങനെ ശരിക്കും ഇങ്ങനെ കണ്ണിൽ അവർ ഓടി നടന്ന ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വന്നിട്ട് ആ സീനൊക്കെ. അതുപോലെ ഇതാണ് ഗുഹ കേട്ടോ. അപ്പോൾ നമ്മൾ ഗുണാക്കേവൊക്കെ വിസിറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ വന്നത് ഇവിടെയാണ് അൽത്താഫ്സ് കഫേ എന്ന് പറയുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്പോട്ടാണ് ഡോൾഫിനോസ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒക്കെ നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് ഡോൾഫിനോസിലൊക്കെ ഒന്ന് ഇറങ്ങി നമ്മൾ ആകെ ക്ഷീണിച്ചിട്ടോ. ഒത്തിരി ഇറങ്ങാനുണ്ട്, അത്രയ്ക്കും അടിപൊളിയായിരുന്നു. ഒരുപാട് ഇറങ്ങാനുണ്ട് മാത്രം, പക്ഷേ
നമ്മൾ അങ്ങോട്ട് പോകാൻ കുറച്ച് റിസ്ക്കാണ്, പോകാനല്ല വരാനാണ് സത്യം പറഞ്ഞാൽ റിസ്ക്. അതിന് ശേഷം എൻ്റെ തൊട്ടടുത്തുള്ള നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു കഫേയാണിത്, അൽത്താസ് കഫേ. നല്ല എന്താ പറയുക, ഒരു പ്രീമിയം സെറ്റപ്പാണ്, അടിപൊളി എന്ന് പറയാൻ. നല്ല നല്ല ആംബിയൻസും നല്ല വ്യൂവും നല്ല രസമാട്ടോ ഇവിടെ ഇരിക്കാൻ. അപ്പോൾ ഇവിടെ നമ്മൾ ചെറുതായിട്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഏകദേശം ഈ സമയമായപ്പോൾ തന്നെ ഒരു 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ, നല്ലൊരു ക്ലൈമറ്റ്. നമ്മൾ പിന്നെ മഴയൊന്നുമില്ല, നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു എല്ലാം കൂടെ. അതിന് ശേഷം നമ്മളിതാ ലാസ്റ്റായിട്ട് നമ്മൾ ലൈക്കിലേക്ക് ഇറങ്ങി. അവിടെ നമ്മൾ എന്താ പറയുക, കുറച്ച് ഈ പാനിപൂരിയും പിന്നെ അതുപോലെ മുളകും ഇതെല്ലാം കൂടിയുള്ള ഈ മസാലയൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ ലൈക്കിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഗേസ് പെട്ടെന്നൊരു വ്യൂ കണ്ടത്. ഞാൻ കാണിച്ചു തരാം എന്താണെന്ന്. ശരിക്കും ഷോക്കായിപ്പോയി. വലിയൊരു കാട്ടുപോത്ത്, വലിയ കണ്ടോ, ശരിക്കും ഞാൻ ഷോക്കായിപ്പോയി. പക്ഷെ അത് ലൈക്കിൻ്റെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെ കുറേ ആൾക്കാർ ഓടി നടക്കുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഇന്നലത്തെ പോലെ തന്നെ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതുപോലെ കുറേ ഇന്നലെ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഭാഗമൊക്കെ ഫുൾ പൂട്ടിയിരുന്നു നേരത്തെ. അപ്പം നമ്മൾ നേരത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ, മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. ഒരുപാട് ഷോപ്പിങ്ങിനുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇതൊന്നും ഇന്നലെ കാണാനില്ല, ഇതൊക്കെ മൊത്തം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒത്തിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരുപാട് ടോയ്സും പിന്നെ ഫാൻസി ഐറ്റംസും അതുപോലെ കുട്ടികൾക്ക് വേണ്ട ഒരുപാട് ഐറ്റംസ്, ബാഗ്, മാല, പിന്നെ കീ ചെയിൻ, അങ്ങനത്തെ കുറേ ഐറ്റംസ്. ഞങ്ങൾ കുറേ നടന്നു. പിന്നെ ഇനൂസിനും ലെനൂസിനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ് തീർന്നിട്ടില്ല, ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിന് ഇനി നമ്മൾ പോകാൻ പോകുന്നത് പളനി, അതുപോലെ നമ്മുടെ വാൽപ്പാറ, ആതിരപ്പള്ളി എന്നൊക്കെ സ്ഥലങ്ങളാണ്. അപ്പോൾ തൊട്ടടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.